ഹായ്. ഇന്ന് ജൂലൈ 22 എയ്തന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്നലെ നാട്ടിൽ നിന്ന് ഒരു വൈകുന്നേരം ആയപ്പോ ഒരു പെട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ആ പെട്ടി പൊട്ടിച്ച് നോക്കാൻ പോവാണ്. എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. പെട്ടി പൊട്ടിക്കാ. ഇതാ നേരത്തെ പരിശ്രമത്തിന് ശേഷം അങ്ങനെ പെട്ടി തുറന്നിട്ടുണ്ട്. തുറന്നപ്പോ തന്നെ ഇതാ ഇതിനുള്ള ബർത്ത്ഡേ വിഷസാണ്. പറഞ്ഞേ, കാണിച്ചത് നിവർത്തി ഇങ്ങനെ പിടിച്ചേ. ഞാനിവിടെ ജപ്പാനില് കഴിഞ്ഞ വർഷം വന്നത് സെപ്റ്റംബറിലായിരുന്നു. അപ്പോ എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു. ആ ടൈമിൽ ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വലിയ ചൂടില്ല, വലിയ തണുപ്പില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടിനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ സമ്മറാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയാ ചൂടിന് പറ്റിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഒരു ബെഡ്ഷീറ്റാണ് ഞാൻ മിന്ത്രയിൽ ഓർഡർ ചെയ്തതായിരുന്നു. ഇതെന്നിട്ട് ബെഡ്ഷീറ്റ്. പാപ്പല്ല, ഇത് ബെഡ്ഷീറ്റ് പറഞ്ഞത്. എന്നിട്ട് പാപ്പുണ്ട്. ഇതിന്റെ വിചാരം ഇങ്ങനെ പെട്ടി വന്നു കഴിഞ്ഞാൽ ഫുള്ള് പാപ്പായിരിക്കുന്നതാണ്. അപ്പൊ ഇത് ആദ്യത്തെ ബെഡ്ഷീറ്റാണ്. അതുപോലെ പിന്നെ വേറൊരു ബെഡ്ഷീറ്റ് കൂടി ഉണ്ട്. ഇത് വീട്ടിലുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. ഈശോയെ എനിക്ക് അമ്മ ഓരോന്നോരോ തരാം. ഇതെന്തിട്ടാ ഈശോയെ ഇതെന്തിട്ടാ. ഇത് ഇതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി. ഇത് ഭയങ്കര വണ്ടിപ്രാന്തനാണ്. ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറയുന്നത് ട്രെയിനാണ്. ഇതിനതിന് എന്നിട്ട് പറയാ പൂപ്പുറ്റീറ്റി. ഇതെന്നിട്ട് ഇതാ പൂപ്പുറ്റീറ്റിയാണ്. അപ്പാപ്പയും മമ്മിയും കൊടുത്തയച്ചതാണ് പൂപ്പുറ്റീറ്റി. നമുക്ക് തുറക്കാട്ടാ. ലാസ്റ്റ് തുറക്കാം. ഇത് പിടിച്ചോ. ഇത് പിടിക്ക്. ആ ശരിയാക്കി തരാം. പൂപ്പുറ്റീറ്റി താങ്ക് യു പറഞ്ഞ അപ്പാപ്പൂടെ അമ്മ. ആ ഇനി നോക്കട്ടെ, ഇനി എന്തൊക്കെയുള്ളേ നോക്കട്ടെ. തരാം. പിന്നെന്താ, മിക്സർ. അടുത്ത സാധനങ്ങൾ ഇനി കൂടുതലും കഴിക്കുന്ന സാധനങ്ങളായിരിക്കും. മിക്സർ, പാലപ്പൊടി. ഇതെന്തിട്ടാ? തേൻ നിലാവ്. അവസാനം തരാട്ടമ്മ. ഇവിടെ ഇരിക്കട്ടെ. ഉണ്ട, പപ്പടം. ഇവിടെ കിട്ടുന്ന പപ്പടം അത്ര ടേസ്റ്റ് ഉള്ള പപ്പടം അല്ല. അപ്പൊ നമ്മൾ ഇടയ്ക്ക് പപ്പടമൊക്കെ കൊടുത്തയപ്പിക്കാറുണ്ട്. വീണ്ടും പപ്പടം. കുറച്ച് മസാലകളാണ്. വെജിറ്റബിൾ മസാല, ചട്നിപ്പൊടി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെറിപ്പഴം. ഇതെന്താ? ഏലക്ക. കായപ്പൊടിയാണോ അല്ലേ? കായപ്പൊടി, കായം. ചില്ലി ചിക്കൻ മസാല. ഇതിനുള്ള പാത്രങ്ങള്. പിന്നെ അച്ചാർ പൗഡർ, കായ വറുത്തത്, ചക്ക വറുത്തത്. ഇതൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. കപ്പലിന്റെ മിഠായി. വീണ്ടും ഉണ്ട, പപ്പടം. പിന്നെ ഇതിന്റെ ബർത്ത്ഡേക്ക് പായസം ഉണ്ടാക്കണം. ഇന്നാണ് ബർത്ത്ഡേ. ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കണം. ഇൻസ്റ്റന്റ് സദ്യ പാരഡാൻസ്. പിന്നെ ജിതിന്റെ ഫേവറേറ്റ് ആണ് അവലോസ് പൊടി. പെപ്പർ ചിക്കൻ മസാല, സേമിയ,
കപ്പലണ്ടി. പിന്നെ അന്ത്യത്താഴത്തിന്റെ ഒരു ഫോട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം അയക്കാൻ പറ്റിയില്ല, ഇപ്രാവശ്യം ഉപ്പനമ്മയെ അന്വേഷിച്ച് പിടിച്ച് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. സോനാപ്പത്തി ഇതിന്റെ തേനിലാവ്. ബാജി ബോണ്ട പൗഡർ. ഈ പൊടികളൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇതൊക്കെ അമ്മ തന്നെ അയച്ചേക്കുന്നതാണ്. ഇനി കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ്. ഇതിന്റെ കുറച്ച് ഡ്രസ്സ്, എല്ലാ ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ്. അത് പൊട്ടിച്ചാ നിക്കട്ടാ. ഓ ഓ ഓ ഓ ഇതിന്റെ കുപ്പായങ്ങള്, ഇതിന്റെ കുപ്പായങ്ങള് ഇതിന്റെ കുപ്പായങ്ങളാണത്. ഇതൊക്കെ ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത് ഇതിന് ഗിഫ്റ്റ് കിട്ടിയത് ഞങ്ങൾ വാങ്ങിച്ചതായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ്. ഇതൊന്നും അന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നിപ്പോ പാഴ്സൽ അയച്ചപ്പോ ചൂടുകാലല്ലേ, അപ്പൊ ഇങ്ങനത്തെയൊക്കെയാണ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഓണൊക്കെ ഇല്ല വരണേ, അപ്പൊ അതിന് ഞാൻ സെറ്റ് സാരി, സെറ്റ് മുണ്ട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കുറച്ച് ഫേവറേറ്റ് ഡ്രസ്സുകള് കൊടുത്തയച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. ഇതെന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിന്റെ ഉള്ളിൽ ഡ്രസ്സുകൾ തന്നെയാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇപ്രാവശ്യം അയച്ചിരിക്കുന്നത്.